ഒറ്റ വഴിയിലൊത്ത നടുവിൽ വാലും നീട്ടിക്കിടപ്പതുണ്ടേ, ഒറ്റ വഴിയിലൊത്ത നടുവിൽ വാലും നീട്ടിക്കിടപ്പതുണ്ടേ. വാനരനിങ്ങനെ വാശി പിടിപ്പതിനെന്തിനാണാവോ പൂങ്കുറവ, എന്തിനാണാവോ പൂങ്കുറവ. ആരാരോ കാട്ടുമരങ്ങളിൽ ഊഞ്ഞാലടണ കണ്ടേ, ഊഞ്ഞാലടണ കണ്ടേ. ആരിവനെന്നൊരു കാര്യം ഇന്നു ഞാൻ മെല്ലെ ചൊല്ലാം കുറത്തി, മെല്ലെ ചൊല്ലാം കുറത്തി. കാറ്റിന്റെ മക്കളാണേ ഒട്ടുമുറ്റും കയ്യിലുണ്ടേ, ഏറ്റം കളയുവനായി ഇങ്ങ് കാത്തു കിടപ്പതിവൻ, കാട്ടിൽ കിടപ്പതിവൻ, ഇങ്ങ് കാത്തു കിടപ്പതിവൻ. ഗന്ധവാഹകാത്മജന ഭീമനാഞ്ജനേയന്മാര ബന്ധിതമി സൗഗന്ധികം ചിന്തും കഥകൾ. ഒട്ടു നേരമേറ്റുമുട്ടി തോറ്റ നേരമൊടുവില കൂട്ടിരുന്ന ഭീമനോർത്തു ആരിവനെന്നും ഇഷ്ടമേറും ഹനുമാന്തൻ സ്പഷ്ടരൂപം കണ്ട നേരം, ഇഷ്ടമേറും ഹനുമാന്തൻ സ്പഷ്ടരൂപം കണ്ട നേരം. ധാഷ്ട്യമെല്ലാം ഒഴിച്ചുടൻ നമസ്കരിച്ചേൻ ഭീമൻ തൃപ്പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചേൻ. വീരനാം ഭീമനോടാഞ്ജനേയൻ വൈരം കളഞ്ഞുര ചെയ്ത നേരം, വീരനാം ഭീമനോടാഞ്ജനേയൻ വൈരം കളഞ്ഞുര ചെയ്ത നേരം. കൈമൈ മറന്നും ഇരുവരും ഒന്നായിരുന്നും തെരുതെരെ വാരിപ്പുണർന്നും, തെരുതെരെ വാരിപ്പുണർന്നും. ജയ ജയ ശ്രീരാമദൂതനരികിലായി വന്നതും, ശ്രീരാമദൂതനരികിലായി വന്നതും ശ്രീയായി തീർന്നിത ഭീമനെന്നും, ശ്രീയായി തീർന്നിത ഭീമനെന്നും. സോദര സംഗമ സ്നേഹമെന്നും സാദരം പൂജിതം സമ്മോഹനം, സോദര സംഗമ സ്നേഹമെന്നും സാദരം പൂജിതം സമ്മോഹനം. സൗഗന്ധികങ്ങൾ വിടരും ഗന്ധമഴിഞ്ഞും മേടുകളിൽ താന്തമലഞ്ഞും തടാകം തേടി നടന്നും. ഒടുവിൽ പുഞ്ചിരി തൂകിടും പൂക്കളെ കണ്ടതും, പുഞ്ചിരി തൂകിടും പൂക്കളെ കണ്ടതും. തഞ്ചത്തിൽ ചെന്നങ്ങിറുത്തെടുത്തേ, തഞ്ചത്തിൽ ചെന്നങ്ങിറുത്തെടുത്തേ. പാഞ്ചാലി പണിയിൽ ചേർത്തു വെച്ചേൻ, പാഞ്ചാലി തന്നിൽ അലങ്കരിച്ചേൻ. പാലാരിനാഥനായി പള്ളിക്കൊള്ളും വിഭോ പങ്കജലോചന പത്മനാഭ. പരിപാവനമീ വേദിയിൽ ഞങ്ങൾ പാടി കളിച്ചിടാൻ ദേവദേവ, കൈകൊട്ടി കളിച്ചിടാൻ ദേവദേവ. പാടിക്കളിച്ചിടാൻ കൈകൊട്ടി കളിച്ചിടാൻ, പാടിക്കളിച്ചിടാൻ കൊട്ടി കളിച്ചിടാൻ. പരിപാലയ മാം മംഗളം തന്നരുളേണമേ, വന്നരുളേണമേ മംഗളം. ഹരേ മംഗളം, ദേവമംഗളം, മംഗളം. വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു കൂട്ടം പെൺപുലികളാണ് നമ്മോടൊപ്പം ഇപ്പൊ നിൽക്കുന്നത്. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയാണ് ഇവരിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഏതാ സ്കൂള്? GHSS പടിഞ്ഞാറത്തറ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര കുട്ടികളുണ്ടായിരുന്നു? 16 കണ്ടസ്റ്റൻസ് അല്ലേ? ഏത് ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടാണ് നിങ്ങൾ അവതരിപ്പിച്ചത്? ആറന്മുള ശൈലി. ആറന്മുള ശൈലിയിൽ അല്ലേ? ഇപ്പൊ കൃഷ്ണ വിഗ്രഹമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പെർഫോമൻസ് കാണണ്ടേ? ഇത് പഠിപ്പിച്ചതാരാ? ഞങ്ങളുടെ മലയാളത്തിന്റെ അധ്യാപിക ഷിജി ടീച്ചർ, പിന്നെ മ്യൂസിക്കിന്റെ സാർ വേദപ്രകാശ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സും. എങ്ങനെ തിരുവനന്തപുരമൊക്കെ ചുറ്റി കാണാൻ പറ്റിയോ? അപ്പം അധികം വൈകിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ആ പെർഫോമൻസ് ഒന്ന് കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത്.
വളരെ മനോഹരമായിട്ടാണ് ഈ കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്തത്. നിങ്ങൾക്ക് ഒരുപാട് ഹൈറ്റ്സിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അക്കാഡമിക്സിലും അതുപോലെ തന്നെ കലയിലും ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ. രത്ത നിറപ്പൊട്ടു വൈത്ത തായേ നമ്മയാളും പൊട്ടു അമ്മൻ തായേ ഊരു കാക്കും നമ്മ നല്ലതാകെ ആനന്ദമായി പാടി വരോ. பொட்டுவம்மன் நம்ம ஊருக்கே சொந்தம். இந்த ஊரு விட்டு எங்கேயுமே போக மாட்டேன். ஏன் போக மாட்டேன்? அது சரித்திரம். നാടൊരു ശാവുനിലം പോലെ വ്യാപിത്താരേ മഹാവ്യാധി കൂട്ടമായി കൂട്ടിയെരിത്താർ മനിതரை ஊருக்கு மேற்கு മയാനത്തിലെ വ്യാധി അഴിത്തിട നമ്മ കടവുളെ എന്ന പരിഹാരം അമ്മനു കാടി വിഴൈ വേണും കെങ്കേമമായി വേണും. வீதியிலே வேப்பிலையாலே தோரணம் கட்டி வைத்து கும்பகலசம் சிறுவர் தலையிலேந்தி விளக்கெடுத்து சந்நிதி தன்னிலே வாருங்கள், அன்னையை வாழ்த்தி பாடுங்கள், செம்பவளக்கருமாரி அம்மன் செங்கலாமையை வாழ்த்திடுங்கள். നൈവേദ്യം പോട്ട സമയത്തിലേ വந்தாളോരമ്മ. பசிக்குதே சாதம் தா. கடவுளே, இது அம்மனுக்கு நைவேத்தியம், உனக்கு தர பிரசாதம் இல்லையே. ഊരിലെ പുതുസാ വന്ന പൂക്കാരമ്മ തായെ മന്നിച്ചിടമ്മ എന്ന് അവളെ ഊട്ടിനാൾ ദേവമ്മ. நடுநிசி நேரத்திலே வீட்டு கதவை முட்டி கதவை திறந்தாள் அந்த அகதியை கண்டாள். வேப்பலையை அரைத்து வேப்பலை தண்ணீரை வீட்டு வாசப்படி தளித்து வாடி. நீ திரும்பி வர வைக்கும் நான் எங்கேயும் போக மாட்டேன். அம்மாவு கையையோ சாதம் கொடுக்கலே தஞ்சம் திரும்பினாள் தேவம்மா. வீட்டுக்குள் குடிலே நீலமேனியரை அங்காளம்மனே கண்டாளவள். ஊருகாக்க அம்மன் நம்ம ஊரிலே வசிக்க வேணும். ஆற்றிலே சாடி சொந்தம் உயிர் கொடுத்தால் தேவம்மா. നമ്മ പൊട്ടുവമ്മൻ വേപ്പലക്കാരി നമ്മ ചെമ്പവളക്കരുമാരി നമ്മയാളും അലങ്കാരി. ഘോരമാന പെരുമഴയില് കൂറ്റാ കൂറ്റിരുട്ടില് ആരോ നടു ആറ്റിലെ തള്ളിവിട്ട പൊണ്ണ്. കാവേരി ആറ്റിലെ ഒഴുകി വന്ന പൊണ്ണ്
அழகியான 5 வயது பொண்ணு. அவளுக்கு தாய் தந்தை எல்லாமே பொட்டுவம்மன். கிராமத்துக்கு அவள் சிங்காரி காவேரி. மல்லி பிச்சி மலர் மாலை வண்ண வண்ண செந்தூரம். நடையிலே வியாபாரம் செய்து வந்தாள் காவேரி. நான் தரும் சிந்தூரத்தை பொட்டுவம்மன் நெத்தியிலே பொட்டு வைத்து கேட்டாலோ கேட்ட வரம் தருவாரே. அப்படியா? அடிகாவேரி அம்மனுக்கு சொந்தம் முந்தன் நெத்தியிலே பொட்டு வைப்பேன் கேட்ட வரம் தாராயோ. அம்மன் நடையிலே மஞ்சள் சரடை கட்டி தாலி அணித்தான் காவேரிக்கு அவன் புருஷன். കൊടുത്തു വൈത്തൊരു പൊന്നിവൾ കാവേരി. അവൾക്കു വന്നു പിറந்தாനേ ഒരു സെൽവൻ. വാനത്തമരും മുഴുനിലവോ തേൻ പാലോ. ആസൈ തവിർക്ക വന്താൻ ഒരു മണിവണ്ണൻ. உயிரோடே சிவலோகமணைய வந்தான். கங்காள துர்மூர்த்தி உக்கிரமூர்த்தி. சுடலமாடந்தரையில் பலி கொடுக்க சிம்ம ராசியில் பிறந்தொரு பாலனை வேணும். കനലായെരിന്തവൾ കണവനു ദൂരത്തിൻ ഞാൻ എന്ന് ചെയ്വേൻ. പൂവൈത്ത് പൊട്ടുവൈത്ത് നിത്തം ഞാൻ പൂജിച്ച നീയൊരു കല്ലാവൂൻ ശക്തി പൊയ്യ. മാലിനി ശൂലിനി ആത്താടി നീലിനി നീ എഴുത്തുവാടി പൊട്ടുവമ്മ. மகளே காவேரி, உன் ரத்தமே எனக்கு பொட்டாய் வந்தது. உன்னை காக்கவில்லைனா நான் பொட்டுவம்மனா? തായവളെ പൊട്ടുവമ്മ തുണയവളെ വാഴുമമ്മ. മഹാമായ പൊട്ടുവമ്മ ഈശ്വരിയെ വാഴുമമ്മ. ഈശ്വരിയെ വാഴുമമ്മ. ഈശ്വരിയെ ഇതിപ്പം കണ്ണൂരിന്റെ മുത്തുകളാണ്. നിങ്ങളുടെ പേരെന്ന് പറയൂ, ആദ്യം പേരും സ്കൂളും. എന്റെ പേര് ഷസ സലീം. ഞാൻ കണ്ണൂര് CHM എളയാവൂർന്ന വരുന്നത്. എല്ലാവരും സ്കൂളല്ലേ? എൻ്റെ പേര് നജ ഫർഹ. സിയ ഫാത്തിമ. റിസ്വ ഷെരീഫ്. ആയിഷ അസ്ലം. ഫാത്തിമ സഫ. സഫ. നൂഹ ശിഹാബ്. അഫ്നാൻ. സലാഹുദ്ദീൻ. നിങ്ങൾ ഏത് ഐറ്റംസ് മത്സരിച്ചത്? അറബിക് ഡ്രാമ.
അറബിക് ഡ്രാമ. അപ്പം വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പം സാധാരണ നാടകങ്ങളൊക്കെ ഉണ്ട്, അറബിക് നാടകം ഒന്ന് കാണാൻ. അപ്പം എന്ത് വിഷയം എന്തായിരുന്നു? ഫലസ്തീനിന്റെ അപ്പം ആരാ ആദ്യ ഡയലോഗ് പറയുന്ന ആരാ? അപ്പം ഇത് മൈക്ക് അങ്ങോട്ട് കൈമാറണേ. هل سمعتم أصوات انفجار القنابل؟ هاي رائحة الإنسان الميت المحروق. نعم، رائحة الإنسان الميت. كم عدد من الأطفال قتلنا؟ كم عدد الخلية الذهبية؟ هذه قلادة جديدة قطعتها من عنقي. هذا طفل. حصلت على جوال فاخر من جيب هذا الميت. هذه ساعتي أرعد وأصرخ إلي. قتلت 10 أفراد. أصدقائي أنك قوي. نعم، أنك قوي. أنك شجاع. نعم أنك شجاع. تعالوا نلقي هذه الجثث في تلك الجبة العميقة. نعم نأكل ونستريح بعد ذلك. تعالوا. അപ്പം എന്തായാലും അധികമൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഇത് കാണുന്നവർക്ക് മനസ്സിലാകും. ഈ പറഞ്ഞ പോലെ അറബിക് അറിയാവുന്നവർക്ക് മനസ്സിലാകും. പക്ഷേ എന്നാലും ഭാവം കാണുമ്പോൾ അറിയാം ഇതിനകത്ത് എല്ലാം ഉണ്ട്, ഹാസ്യമുണ്ട്, എല്ലാ ഭാവങ്ങളും മാറി മറിയുന്നുണ്ട്. അപ്പം മക്കളെ എല്ലാ ആശംസകളും നേരുകയാണ്. ഇന്ന് തന്നെ തിരിച്ചു പോവാണ്. അതെ, തിരുവനന്തപുരം കണ്ടോ നല്ലതായിട്ട്? ഇപ്പം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരമൊക്കെ പോകും അല്ലേ? അപ്പം തിരുവനന്തപുരം കണ്ട് അടിച്ചു പൊളിച്ചിട്ട് പോയാൽ മതി. നാളെ പോയാൽ മതി എല്ലാവരും കേട്ടോ. ഇപ്പൊ ആസിഫ് അലിയും ഒക്കെ വരുന്നുണ്ട്, അറിയാമല്ലോ. ടൊവിനോ വരുന്നുണ്ട് വൈകിട്ട് 5 മണിക്ക്. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം കണ്ടിട്ട് തിരുവനന്തപുരം നല്ല സ്വീകരണമല്ലേ, നല്ല സന്തോഷമല്ലേ തരുന്നത്? അടിപൊളിയാണ്. അപ്പം കുട്ടികളൊക്കെ പറയുന്ന പോലെ തന്നെ തിരുവനന്തപുരം വൈബാണ്. തിരുവനന്തപുരം എല്ലാ സ്നേഹവും എല്ലാ സന്തോഷവും നൽകുന്നുണ്ട്. അവരെല്ലാം സന്തോഷത്തോടെയാണ് ജന്മനാട്ടിലേക്ക് മടങ്ങി പോകുന്നത്. അഭയവരതേ അതുര ചരിതേ അഭയമരുളുക നീ ആദിശക്തി അമ്മേ പരമ്പൊരുളായി വന്നേ അഗതിക്കോരവലംബം തരികതായേ പർണശാല തന്നിൽ ഗൗതതിമയുടെ പ്രതിവൃതയാകിയ പിന്നൊരുത്തി പഞ്ചപുത്രന്മാരെ നെഞ്ചോടു ചേർത്തിട്ടു പഞ്ചേന്ദ്രിയ ചവടിഞ്ഞു വാണു. രേണുകയെന്നുള്ള വിളിയെത്തും മുൻപേ പതരേണു പോലെ ചെന്നു നിന്നു ജമദഗ്നി മുനിയുടെ പ്രിയപത്നി രേണുക സുരലോകരും വാഴ്ത്തി സ്തുതിച്ചു നിന്നു. അഞ്ചുണ്ണിക്കുട്ടന്മാർ വളർന്നു അമ്മ രോമാഞ്ച കഞ്ചുകമഞ്ഞു. അച്ഛനും അമ്മയും ഐവരും ചേരുമ്പോൾ ആരണ്യവും അമരാവതിയാ. സന്ധ്യാവന്ദന നേരമായി സ്നാനശുദ്ധി ചെയ്തിട്ടെത്തിടുക. പതിയുടെ വാക്കു ശിരസ നമിച്ച് നദീതീരവോരത്ത് എത്തിടുമ്പോൾ നദിയുടെ നീലിമയിൽ നിറമാർന്ന നിഴലു പോലെ നീരാടി നിവരുന്ന യുവമിഥുനങ്ങൾ ഉടലോടുടലും ഉയിരോടുയിരും ഉല്ലാസമായി ഉലകം മറന്ന് കേളികളാടും ദമ്പതികൾ. അവരുടെ മൈഥുനഭംഗം വരുത്താതെ അകലേക്കു മാറാൻ ഒരുങ്ങിടുമ്പോൾ കണ്ടു കത്തുന്ന കണ്ണോടെ കഠിന കോപിഷ്കനാം മുനിശ്രേഷ്ഠൻ. അറിയാതെ കണ്ടതല്ലേ അപരാധിയാക്കരുതേ. നിലവിട്ടു വന്യന്റെ കേളി വിലാസങ്ങൾ മതിമറന്നു കണ്ടു രസിച്ചവളെ നിനക്കീ തെറ്റിനു മാപ്പില്ല.
കൊച്ചു പുത്രരോടാ 5 പുത്രന്മാരിൽ 4 അമ്മേയെന്ന് വിളിച്ചുപോയി. പരശുവാലം മരൻ കണ്ഠമറുച്ചു. പരശുരാമൻ ഇളയ പുത്രൻ രക്തം ചിന്തി ശിരസറ്റു പിടഞ്ഞ് ചലനമറ്റ മാതൃദേഹം അച്ഛനു ദക്ഷിണയാക്കി രാമൻ. പരം നിനക്കേതു വേണം പുത്ര പരശുരാമ? അമ്മയെ കൊന്നൊരാ പാപം അകലേണം, അമ്മതൻ ജീവനും തിരികെ വേണം. ഉടലോട് ശിരസ് ചേർത്തു വെച്ചപ്പോൾ സ്ഥാനം മാറിയതറിഞ്ഞതില്ല.